അല്ല വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അജുവിൻ്റെ കുട്ടിക്കാലമൊക്കെ? വീട്ടിൽ നിന്ന് മാത്രമല്ല അജുവിൻ്റെ ഒരു എക്കണോമിക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ നമ്മൾ നന്നായിട്ട് പാഴായിട്ട് ചെലവഴിച്ചാൽ മാത്രമേ നമ്മളുണ്ടാക്കുന്ന പൈസ നമ്മൾ കാര്യമായിട്ട് ചെലവഴിക്കൂ. നല്ല ഫിലോസഫിയാണ് അല്ലേ? നമ്മൾ കൊള്ളാത്. കാശ് ഉണ്ടാക്കുന്നത് പഠിക്കാൻ എല്ലാവരും പഠിപ്പിക്കും അല്ലേ? വിദ്യാഭ്യാസം നേടി കാശ് ഉണ്ടാക്കുക, ഇത് നിലനിർത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അതിപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല, വേറെ കാര്യം. എന്നാലും ചെലവാക്കി ശീലിച്ചാലല്ലേ നമുക്ക് എവിടെയൊക്കെ ചെലവുകൾ ഉണ്ടെന്ന് അറിയുള്ളൂ. അതിന് ആദ്യം നമ്മൾ ചെലവാക്കും. നമ്മൾ മാതാപിതാക്കളുടെ കാശ് ചെലവാക്കിയാലല്ലേ. അല്ല, വീട്ടിൽ നിന്ന് കാശടിച്ച് മാറ്റുമായിരുന്നു പറഞ്ഞു. അത് വളരെ ചെറുതല്ലേ. ഈ 1 രൂപ അന്ന് 25 പൈസ ഉള്ള കാലമല്ലേ, 10 പൈസ ഒക്കെ ഉള്ള കാലം. അതൊക്കെ. അപ്പൊ ഈ ധാരാളിയാണോ? പൈസ ഒരുപാട് ചെലവാക്കുന്ന ആളാണ്? എന്നിൽ അങ്ങനെ ചെലവാക്കാറില്ല. എനിക്ക് അങ്ങനെ വസ്ത്രവിധാനങ്ങളോ അല്ലെങ്കിൽ ആക്സസറീസിനോടൊന്നും വലിയ വണ്ടികളോടൊന്നും ഭ്രമമില്ല. ഭക്ഷണം പിന്നെ അജുവിനെ ഒരു സ്റ്റില് കാണിച്ചു തരാം. അത് ആരാണെന്ന് അജുവിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്താണ് ഇത്? ഞാനാണ്. ആണോ? ഉറപ്പാണോ? ഇങ്ങനെ തന്നെ ഇരുന്നോ? ഇതാണ് ആക്ച്വൽ ഫോട്ടോ. മുകളിലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് എല്ലാ വീട്ടിലും അന്നത്തെ ഒരു പതിവ് ചടങ്ങാണല്ലോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏതെങ്കിലും സ്റ്റുഡിയോ കൊണ്ട് കമത്തി കിടത്തിട്ട് എടുക്കുക എന്നുള്ളത് ആ കാലത്തെ ഒരു എന്താ റൊട്ടീനാണല്ലോ. രണ്ടാമത് ഇപ്പോഴത്തെ ടെക്നോളജി കാണാൻ ഭയങ്കര രസമായിരുന്നു. അത് കളർ ചെയ്തതാണ്. അതെ, അത് തന്നെ അല്ലേ? അപ്പൊ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു അജു. മാത്രല്ല അന്നൊരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു മുഖത്ത്. ഇന്ന് കള്ളലക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും അല്ലേ? ഇന്നിപ്പോ കള്ളലക്ഷണം എവിടെ അതിന്റെ ആവശ്യം വരുന്നത്? എവിടെ അജു? ആക്ഷന്റെ കട്ടിന്റെ ഇടയ്ക്ക. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരും. അത് വിറ്റല്ലേ നമ്മള്. അജു പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പഠിച്ച ആളാ. പഠിച്ചല്ല, ക്ലാസ്സിൽ പഠിച്ചു. കുറെ സപ്ലൈ ഉണ്ടായിരുന്നു. ഇല്ല, 9 സപ്ലൈ 9 സപ്ലി ഒന്നിച്ചെഴുതി എടുത്തു എന്നുള്ള ഖ്യാതി ഉണ്ട്. കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അത് ചെറിയ കാര്യമല്ല. പക്ഷെ 9 ഒക്കെ ചെറുതാന്ന് പിന്നെ മനസ്സിലായി. എന്റെ കൂട്ടുകാർ 30 ഒരുമിച്ച് എഴുതിയെടുത്തവരുണ്ട്. ഈ വിനീത് ശ്രീനിവാസന് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ, പിടിച്ച് സിനിമയിലാക്കിയില്ലായിരുന്നെങ്കിൽ എങ്ങോട്ട് പോകുമായിരുന്നു? ഇവിടെ തന്നെ കേറാൻ മാക്സിമം. എൻസൈക്ലോപീഡിയ വിൽക്കാൻ തമിഴ്നാട്ടിൽ പോയോ? ഒരു ദിവസം. അതായത് ഞാൻ ഈ അബദ്ധത്തിൽ പാസ്സായി. ആഗ്രഹം ഉണ്ടായിരുന്നു പാസ്സാവണമെന്ന്, പക്ഷെ ഒറ്റയടിക്ക് പാസ്സാവെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. ആ റിസൾട്ട് വന്നപ്പം 2 അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈകിട്ട് എന്റെ അമ്മാച്ചന്റെ വീട്ടില്. അപ്പൊ അന്ന് റിസൾട്ട് വരുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് അടിച്ചിട്ട് എന്റെ നാട്ടിലെ കൂട്ടുകാരൻ ലിജോഷ് കോഴഞ്ചേരിക്കാരൻ വിളിച്ചിട്ട് പറയാ, റിസൾട്ട് വന്നു, നീ പാസ്സായി. ചേട്ടൻ വിശ്വസിക്കില്ല, അടിച്ചത് പോയില്ല, അങ്ങനെ സ്റ്റക്കായി പോയി. എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈ എനിക്ക് 1.5 ദിവസം 2 ദിവസം ഉണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷയില്ല, പക്ഷെ ആവണമെന്നുണ്ടായിരുന്നു, പാസ്സാവണമെന്ന്. ഞാൻ പോയി അന്ന് ഇതേപോലെ ഇന്റർനെറ്റ് ഇല്ലല്ലോ, കഫേ പോണമല്ലോ, പെട്ടെന്നൊന്നും 4G 3G ഒന്നും ഇല്ലല്ലോ. നേരെ ഇന്റർനെറ്റ് കഫേ പോയി പറ്റാവുന്ന എല്ലാ വെബ്സൈറ്റിലും നോക്കി. അന്ന് TNEC, ഇത് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ആണ്. അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി അടിച്ച് ഓരോ വെബ്സൈറ്റിലെയും യാഹുവിന്റെ ഇതിലൊക്കെ ഉണ്ടല്ലോ പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചു. നാളെ മാറ്റി പറയാൻ പാടില്ല. ഒരിടത്തേല്ല, പല സൈറ്റിൽ 3-4 ഞാൻ എടുത്തു വെച്ചു. പല മെയിൻ ഇതല്ലാത്ത വരുന്ന ഇവിടുന്നൊക്കെ റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുത്തു. വിശ്വാസം ഇല്ല ഇത് സംഭവിച്ചു കാണുന്നുള്ളൂ. ഇപ്പോഴും എനിക്ക് ഉറക്കത്തിൽ നേരത്തെ എന്തോ പറയാൻ വന്നു, അതായത് വിനീത് സിനിമ അടിച്ചു കയറ്റിയത്. അല്ല, ഇപ്പോഴും ഉറക്കത്തിൽ ചില സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതാൻ പോകുന്നു. സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഇപ്പൊ പിന്നെ ഇനി എനിക്കത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോധറിയില്ല. കാര്യം അന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിലെ അന്ന് ചോയ്സ് ഇല്ലല്ലോ ഏട്ടാ. ജോലികൾ പലതും ഇല്ലല്ലോ. ഇന്നാണല്ലോ പലതും വന്നത്. ഇന്ന് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് കാശ് സമ്പാദിക്കാം. ഒരു മനസ്സ് മതിയല്ലോ പണിയെടുക്കാനുള്ള. അന്ന് അത്രയും നമുക്ക് ധൈര്യമില്ലായിരുന്നു.